അയ്യപ്പ സംഗമം എങ്ങനെ നടത്തണമെന്ന് CPIM തീരുമാനിക്കുന്നത് അപകടകരമെന്ന് BJP നേതാവ് കുമ്മനം രാജശേഖരൻ. കൊല്ലത്ത് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുഖ്യമന്ത്രിക്കും മന്ത്രി വാസവനും അയ്യപ്പനിൽ വിശ്വാസമുണ്ടോ എന്നും അദ്ദേഹം ചോദിച്ചു. അവിടെ ജാതി മത വർഗ വർണ്ണ ഭേദചിന്തകൾക്ക് അതീതമായി ചെറിയവനെന്നോ വലിയവനെന്നോ ഉള്ള വ്യത്യാസമില്ലാതെ, പാവപ്പെട്ടവനെന്നോ മുതലാളിയോ എന്നുള്ള വ്യത്യാസമില്ലാതെ എല്ലാവരെയും ഒരുപോലെ കാണുന്ന സമദർശനത്തിന്റെ, സമത്വത്തിന്റെ, സാമൂഹ്യ സമത്വത്തിന്റെ, സാമൂഹ്യ നീതിയുടെ ഒക്കെ കർമ്മക്ഷേത്രമാണ്, പ്രവർത്തന പ്രചോദന സ്രോതസ്സാണ് എന്നൊക്കെയാണ് ശബരിമലയെ കുറിച്ച് ഇത്രയും നാളും പ്രചരിപ്പിച്ചു വന്നിരുന്നത്. പക്ഷെ വളരെ വ്യക്തമാണ്, ഈ അയ്യപ്പ സംഗമവും പ്രിവിലേജ് കാർഡും എല്ലാം കൂടി ഒരുമിച്ച് വന്നപ്പോൾ എല്ലാവർക്കും മനസ്സിലായി, ശബരിമലയെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കുക, ശബരിമലയെ ഒരു വാണിജ്യ കേന്ദ്രമാക്കി മാറ്റുക, അതിലൂടെ കോടിക്കണക്കിന് രൂപ കൊയ്തെടുക്കുക, പണമുണ്ടാക്കുക, പണം എങ്ങനെ ഉണ്ടാക്കിയെടുക്കുക, അയ്യപ്പന്മാരുടെ വിശ്വാസത്തെ മുതലെടുക്കുക, അവരുടെ വികാരത്തെയും വിശ്വാസത്തെയും സങ്കല്പത്തെയും കച്ചവടവൽക്കരിക്കുകയാണ്. അതിനെ കച്ചവടക്കരിച്ച് കോടികൾ പണമാക്കി മാറ്റിയെടുക്കുകയാണ്. എന്തിനാണ് ദേവസ്വം ബോർഡ് ഇങ്ങനെ ഒരു നോക്കുകുത്തിയായിട്ടിരിക്കുന്നത്? അവിശ്വാസികൾ സംഗമം സംഘടിപ്പിക്കുമ്പോൾ ഭക്തർക്ക് സംശയം തോന്നുന്നത് സ്വാഭാവികം. അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്നത് ധനപരമായ താൽപര്യത്തോടെയാണെന്നും കുമ്മനം രാജശേഖരൻ ആരോപിച്ചു.